നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിൽ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡ് 5 താമസിക്കുന്ന റംലത്ത് കണ്ണൻ തൊടി എന്ന സഹോദരിയെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് ഓമന. ഞാൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരുന്നു. നമ്മുടെ പ്രദേശത്ത് റംലത്ത് എന്ന സഹോദരി കഴിഞ്ഞ കുറേ നാളുകളായി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടന്നു വരുന്നു. വളരെ അടിയന്തരമായി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവരുടെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ഇവർ ഒരു വൃക്ക രോഗിയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തി വരുന്നു. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതുവരെ ഇത് തുടരേണ്ടതുണ്ട്. ലാണ് ഇവർക്ക് അസുഖ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അന്നു മുതൽ ചികിത്സകൾ തുടങ്ങിയതാണ്. ഇപ്പോൾ ഡയാലിസിസ് തുടങ്ങിയിട്ട് 1 വർഷമാകുന്നു. പെട്ടെന്നൊരു ക്ഷീണം കണ്ടു. അത് കണ്ടപ്പോൾ ഡോക്ടറെ അടുത്ത് പോയെന്ന് പരിശോധിച്ചതാണ്. അപ്പോൾ പ്രഷറാണ് കണ്ടത്. അതുമല്ലാണ് തുടങ്ങിയത്. 2007 അങ്ങനെ മരുന്ന് കഴിക്കുമായിരുന്നു. പെട്ടെന്ന് നീരൊക്കെ വന്ന് ഉടനെ തന്നെ ഡോക്ടർ ഡയാലിസിസ് വേഗം ചെയ്യണമെന്ന് പറഞ്ഞ് കഴുത്തിൽ ഡയാലിസിസ് ആദ്യം ചെയ്തു. കയ്യിൽ ഫിസ്റ്റുലിട്ടു. അങ്ങനെ ആഴ്ചയിൽ 3 ഡയാലിസിസ്. ആ 3 ഡയാലിസിസിലാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ച് പോണത്. അതും ഓരോ ഡയാലിസിനും 2900 രൂപ വരുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ആയിട്ട് സഹായിച്ച് നമ്മുടെ ഡയാലിസിസ് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ വിവാഹം നടന്നിരുന്നു. 20 വർഷത്തോളം ഭർത്താവും ഒന്നിച്ച് ജീവിച്ചു. പിന്നീട് രോഗിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാക്കിയ ശേഷം ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയാണ് ഉണ്ടായത്. ഞാൻ കന്നാറ്റുപാട് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ കല്യാണം ഉണ്ടായത്. ആളെ കൂടെ ഒരു 22 വർഷം ജീവിച്ചു തുടങ്ങി. ആൾ ഈ അസുഖമായപ്പോൾ വീട്ടിൽ മെല്ലെ കൊടുന്നാക്കി ആൾ പോയി. അസുഖമെന്ന് അറിഞ്ഞപ്പോൾ ആൾ കൊടുന്നാക്കി പോയി. പിന്നെ ആൾ വേറെ കല്യാണമൊക്കെ കഴിച്ച് വേറെ ഭാര്യയുടെ കൂടെ ജീവിക്കുകയാണ്. നമ്മളെ നോക്കണമൊന്നുമില്ല. അതാണ് എൻ്റെ അവസ്ഥ. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. കിഡ്നി രോഗമാണ് എന്നറിഞ്ഞപ്പോൾ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ നാളിതുവരെയായി ഇവരെ വന്ന് സഹായിക്കുകയോ ഇവരെ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടില്ല. ഇവർക്ക് കുട്ടികളൊന്നുമില്ല. ഇപ്പോൾ പ്രായം 38. ഇവരുടെ ബാപ്പയും ഉമ്മയും മരിച്ചുപോയി. 2 ആങ്ങളമാരും മരിച്ചുപോയി. ഇപ്പോൾ ഒരാങ്ങളയുടെ കൂടെ താമസിക്കുന്നു. ഞാൻ എൻ്റെ ആങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. എനിക്ക് വീടില്ല, ആരുമില്ല. എനിക്ക് ഉമ്മയും ഇപ്പയും മരിച്ചുപോയി, 2 ആങ്ങളമാരും മരിച്ചുപോയി.
മക്കളില്ല. നിങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെ മക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ കൈനീട്ടി വരില്ലായിരുന്നു. ഡയാലിസിസ് നടത്തുന്ന സ്ഥലത്ത് നല്ലൊരു തുക കൊടുത്തു തീർക്കുവാനുണ്ട്. അതിന് യാതൊരു നിവൃത്തിയുമില്ലാതെ വിഷമിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ശമരിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത്. ഇവിടെ വേലുപ്പാടം സെൻറ്റ് ജോസഫിലാണ് എൻ്റെ ഡയാലിസിസ് നടക്കുന്നത്. ഓരോ ഡയാലിസിനും നമുക്ക് ഓരോരുത്തരും സഹായിച്ചിട്ട് വേണം. നമ്മളെ കയ്യിലൊന്നുമില്ല. നിങ്ങളൊക്കെ സഹായം ഉണ്ടെങ്കിലും ഞാൻ ഇനി മുന്നോട്ട് പോകുള്ളൂ. എനിക്കും ജീവിക്കണം നിങ്ങളുടെ മാതിരിക്ക്. എല്ലാവരും എന്നെ അകമഴിഞ്ഞ് സഹായിക്കണം. വീട്ടിലുള്ള ബന്ധുക്കളുടെയും ആങ്ങളമാരുടെയും സഹായം കൊണ്ടാണ് ഇത്ര നാളും ഇങ്ങനെ ചികിത്സിച്ച് മുൻപോട്ട് പോകുന്നത്. ഇവർക്ക് വേണ്ടി ഒരു ചികിത്സാ സഹായ സമിതി ഈ പ്രദേശത്ത് രൂപീകരിച്ചുവെങ്കിലും കാര്യമായ ധനസഹായമൊന്നും ഇതിനു വേണ്ടി സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല. ശ്രീമതി റംലത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള വളരെയധികം വലിയ പ്രതീക്ഷയിലാണ്. എപ്പോഴും ആരെ കണ്ടാലും ഇതിനെപ്പറ്റി എനിക്ക് ജീവിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ആ ഉമ്മയുടെ സംസാരത്തിൽ നമുക്ക് എപ്പോഴും കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരെ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ നാട്ടുകാരും അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കാതെ വന്നതുകൊണ്ടാണ് ഗുഡ്നസ് ടിവിയെ ആശ്രയിക്കുന്നത്. തീർച്ചയായും ജീവകാരുണ്യ രംഗത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുൻപോട്ട് പോകുന്ന ഗുഡ്നസ് ചാനൽ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള രോഗികൾക്ക് വളരെയധികം പ്രതീക്ഷ പകരുന്ന ചാനലാണ്. ഇപ്പോൾ അമൃതയിലാണ് ചികിത്സ നടത്തുന്നത്. വൃക്ക മാറ്റിവെക്കണമെങ്കിൽ പുറത്തു നിന്നും വാങ്ങണം. എൻ്റെ 2 ആങ്ങളമാരും തരാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് രണ്ടാൾക്കും ഓരോ അസുഖം വന്നിട്ടുള്ള കാരണം കൊണ്ട് ഒരാൾക്ക് ഒരു സർജറി കഴിഞ്ഞപ്പോൾ 1 വർഷം ആവണുള്ളൂ. ഒരാൾക്ക് തൈറോയ്ഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഓരോ രോഗം കാരണം കൊണ്ട് അവർക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. $35 ലക്ഷം രൂപയോളം വേണം എന്നാണ് അറിയുവാൻ കഴിഞ്ഞതെന്നാണ് റംലത്ത് പറയുന്നത്. ഇത്രയും വലിയൊരു സംഖ്യ കണ്ടെത്തുക എന്നത് ഇവർക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചികിത്സ എനിക്ക് അമൃതയിലാണ്. ഡോക്ടർ പറയുന്നത് പുറത്തുനിന്നാണെങ്കിലും നമുക്ക് 35 ലക്ഷം രൂപ വരും. ഡോക്ടർ എത്രയും പെട്ടെന്ന് വേഗം മാറ്റി വെക്കണതാണ് നല്ലത്. ഇപ്പോൾ പുറത്തുനിന്ന് നമുക്ക് വാങ്ങണമെങ്കിൽ ഇത്രയും പൈസ നമുക്ക് കരുതി ഉണ്ടാക്കണം. ഇപ്പോൾ ഡയാലിസിസ് പോലും മുടങ്ങും എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇവരുടെ പ്രതീക്ഷ ശമരിയൻ പ്രോഗ്രാമിലൂടെ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന നല്ലവരായ പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സഹായങ്ങളിലാണ്. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്നെ കൂട്ടണം. ഗുഡ്നസ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും സഹായം എനിക്കുണ്ടാവണം. നല്ലവരായ എല്ലാവരും എന്നെ സഹായിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ കൂട്ടണം. 35 ലക്ഷം രൂപ വേണം നമുക്ക്. എത്രയും പെട്ടെന്ന് ഡോക്ടർ സർജറി വേണമെന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സഹായവും എനിക്ക് വേണം. നല്ലവരുടായ എല്ലാവരും എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ കൂട്ടണം. എല്ലാവരും എന്നെ സഹായിക്കണം. ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ നല്ല പ്രേക്ഷകർ
ഇവരെ കൈവിടുകയില്ല എന്നുള്ള ശക്തമായ വിശ്വാസം ഇവർക്ക് പ്രത്യാശ നൽകുന്നു. എന്നും ദുഃഖിതരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്ന ഗുഡ്നസ് TV പ്രേക്ഷകർ ഈ അപേക്ഷ അവരുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് അവരെ സഹായിക്കും എന്നു തന്നെയാണ് ശമരിയനും വിശ്വസിക്കുന്നത്. ഈ വിശ്വാസത്തിൽ ഇന്നുവരെ ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല എന്നത് തന്നെ ഞങ്ങളെ അഭിമാനപൂർവ്വം സന്തോഷിപ്പിക്കുന്നു. ഗുഡ്നസ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകരും റംലത്ത് എന്ന സഹോദരിയെ സഹായിക്കാൻ, രക്ഷിക്കാൻ മുൻപോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ഇനി ഡയാലിസിസ് ചെയ്യണമെങ്കിൽ എന്നെ കയ്യിൽ കാണുന്ന ഈ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. 94,000 രൂപ അവിടെ അടക്കണം. ഇതടക്കാതെ ഇനി ഡയാലിസിന് ചെല്ലരുതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നത്. എല്ലാവരും എന്നെ സഹായിക്കണം. ദൈവത്തിൻ്റെ കരുണയുടെ ഉറവയിൽ നിന്നും ഒഴുകിയെത്തുന്ന സാന്ത്വനത്തിൻ്റെ നീരുറവകൾ ദൈവമക്കളാകുന്ന നമ്മുടെ കരങ്ങളിലൂടെ ഇവരിലേക്ക് പകരുമ്പോൾ സുവിശേഷത്തിൻ്റെ ഉത്തമമായ മാതൃക തന്നെയാണ് വെളിപ്പെടുന്നത്. ഇത്തരം പ്രവൃത്തികളിലൂടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന നല്ല നാളുകളിലൂടെ നമുക്ക് സസന്തോഷം സഞ്ചരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ റീന എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായനിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. ആ സഹായനിധി ഏറ്റുവാങ്ങാനായിട്ട് വന്നിരിക്കുന്നത് റീനയുടെ സഹോദരി ബീനായാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ റീന ഇരിട്ടി അടുത്തുള്ള വട്ടുചിറ എന്ന സ്ഥലത്താണ് അവരുടെ വീട്. ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സ കഴിഞ്ഞ് ഇപ്പോൾ തുടർ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിവാഹിതയാണ്, 34 വയസ്സേ ഉള്ളൂ. ഒരു വിവാഹം കഴിച്ച് വിധവയായ സഹോദരിയോടൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV ഈ റീനയെക്കുറിച്ച് അറിയുവാനും റീനയുടെ രോഗവിവരങ്ങൾ ഗുഡ്നസ് TVയിലൂടെ പരിചയപ്പെടുത്തുവാനുമായിട്ടിടയായത്. മംഗലാപുരത്തായിരുന്നു ചികിത്സിച്ചിരുന്നത്. ഇപ്പോഴത് തലശ്ശേരി ക്യാൻസർ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റുകയുണ്ടായി. തുടർന്നും ചികിത്സ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഗുഡ്നസ് TVയിലൂടെ ഈ സഹോദരിയെക്കുറിച്ച് അറിയിക്കുന്നതിനായിട്ട് ഇടയായത്. അങ്ങനെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ നിർലോഭം സഹകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് റീനായ്ക്ക് 1,25,000 രൂപ കൈമാറുന്നതിനായിട്ട് ഇപ്പോഴും സാധിക്കുകയാണ്. ഈ അവസരത്തിൽ ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ ഈ തുക ഞാനിപ്പോൾ റീനായുടെ സഹോദരി ബീനായ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാർ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കണ്ട് വളരെ ഉദാരമായിട്ട് സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൈമാറുന്നതിനായിട്ടും സാധിച്ചത്. ഈശോ പറയുന്നുണ്ടല്ലോ, ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്നാണല്ലോ ഈശോ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ റീനായ്ക്ക് നിങ്ങൾ സഹായം ചെയ്തപ്പോൾ അത് ഈശോയ്ക്ക് തന്നെ കൊടുത്തതായിട്ട് ഈശോ കണക്കാക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണ്. നിങ്ങളുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ചാണ്
നിങ്ങൾ ഈ സഹായനിധിയിലേക്ക് പണം അയച്ചത് എന്ന കാര്യവും എനിക്കറിയാം. പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ക്ഷേമ പെൻഷൻ്റെ ഭാഗമൊക്കെയാണ് ഈ സഹായനിധിയിലേക്ക് അയക്കുന്നത് എന്ന് അവർ പറയുന്നതും കേൾക്കുന്നതിനും എനിക്കിടയായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ച് നിങ്ങളുടെ ഒരു സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ സഹായിക്കാനായിട്ട് തയ്യാറായപ്പോഴും അത് ദൈവത്തിന് തന്നെയാണ് നിങ്ങൾ ചെയ്തത്. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അവിടുത്തെ അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ഒരുക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ പങ്കുചേരുന്നതിനുള്ള എല്ലാ അനുഗ്രഹവും കൃപയും നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ്നസ് ടിവിയുടെ പേരിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ചികിത്സാ സഹായം ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു.